ഹലോ ഫ്രണ്ട്സ്, റീസെൻ്റ് ആയിട്ട് നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ എക്സാമിൻ്റെ മലയാളത്തിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുത്തെഴുതുക. കവി, കവയിത്രി, നിരൂപകൻ, നിരൂപിക, അധ്യാപകൻ, അധ്യാപിക, അവതാരകൻ, അവതാരിക. കവി, കവയിത്രി ശരിയാണ്. നിരൂപകൻ, നിരൂപികയും ശരിയാണ്. അധ്യാപകൻ, അധ്യാപികയും ശരിയാണ്. അവതാരകൻ എന്നുള്ളതിൻ്റെ എതിർലിംഗം അവതാരകയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ നിന്ന് 1, 3 ശരി. ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടുന്നത്. 1, 2, 3 ശരി എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് തിരഞ്ഞെടുക്കാമായിരുന്നു. അടുത്ത ചോദ്യം, ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് ആൻസർ, ശോണം, അരുണം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തതേത്? അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ഏകദേശം 100 പേർ വരി നിൽക്കുന്നുണ്ട്. മലയാള ഭാഷയ്ക്ക് വള്ളത്തോൾ നൽകിയ സംഭാവന മഹത്താണ്. ഇതിലേതുമല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ഇവിടെ അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. എതിർക്കുക തന്നെ വേണം എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഒറ്റപ്പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? വിഭജിക്കാൻ കഴിയാത്തത് അഭിവാജ്യം, ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികം, വൈദ്യം പഠിച്ചവൻ വൈദികൻ. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 2, 3. ഋഷിയെ സംബന്ധിച്ചത് ആർഷമാണ്, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികമാണ്. വിഭജിക്കാൻ കഴിയാത്തതിന് നമ്മൾ അവിഭാജ്യം എന്നാണ് പറയുന്നത്. വേദജ്ഞാനമുള്ളവൻ എന്നുള്ളതിൻ്റെ ഒറ്റ പദമാണ് വൈദികൻ. അടുത്ത ചോദ്യം നോക്കാം. എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? അതെന്ന് പറയുന്ന അഭംഗുരമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. കവിൾ അധികം തടം, കവിൾത്തടം. പുതു അധികം കലം, പുതുക്കലം. കട അധികം കോൽ, കടങ്കോൽ. എരി അധികം തീ, എരുതി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 4 എന്നിവ. അതായത് പുതു അധികം കലം, പുതുക്കലവും. എരി അധികം തീ, എരുതിയും. കവിൾ പ്ലസ് തടം കവിൾത്തടത്തിന് താ ഇരട്ടിക്കും. അതുപോലെ കട പ്ലസ് കോൽ കടങ്കോലല്ല, കടകോലാണ്. താങ്ക്സ് ഓൾ. ഇതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.